ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോ പോലീസ് സ്റ്റേഷൻ കാണിക്കാണ്. അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ഈ പെൺകുട്ടിയുടെ പേര് സിയോന. ഏതോ ഒരു പയ്യൻ പറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അതില് ഇവൾക്ക് ദേഷ്യം കയറി ഇവൾ ആ പയ്യന്റെ ഫേസിലിട്ട് തന്നെ ഇടിച്ചു. അങ്ങനെ അതൊരു ഇഷ്യൂ ആയിട്ട് രണ്ടുപേരെയും ഇപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയേക്കുവാണ്. എല്ലാ പ്രോബ്ലവും മനസ്സിലാക്കി അവിടെയുള്ള പോലീസുകാരനാണെങ്കിലും, മോളെ നിനക്കാകെ 20 വയസ്സല്ലേ ഉള്ളൂ, ഈ ഒരു പ്രായത്തിൽ നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം ആവശ്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇവൻ എന്നെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചു, ശരിക്കും ഇവന്റെ 2 കണ്ണും ഞാൻ കുത്തിയെടുത്തേനെ എന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കുമ്പോ മിങ് അങ്ങോട്ടേക്ക് കയറി വരും. മതി മതി, നിന്റെ ഈ കുറുമ്പൊക്കെ നിർത്താനായിട്ടുള്ള ടൈമായി എന്ന് പറയും. മിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ പുള്ളിക്കാരി തിരിഞ്ഞ് മിങ്ങിനെ നോക്കി ഒന്ന് ചിരിക്കും. ഞാന് അത്രക്ക് ചെറിയ കുട്ടിയൊന്നുമല്ല ഇങ്ങനെ കുറുമ്പ് കാട്ടാനെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി പുറത്തിരിക്കുവാണ്. ആ പയ്യന് മുഖത്തിട്ട് നല്ല രീതിക്ക് ഇടിച്ചിട്ടുണ്ട്. കയ്യിലൊക്കെ മുറിവ് പറ്റിയത് കൊണ്ട് തന്നെ മിങ് അവൾക്ക് ഐസ് പാക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്താ നിന്റെ പ്ലാൻ? ഇവിടേക്ക് എന്തിനാ വന്നത്? ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ഒരു കണക്കിന് ജിയുനെ പറഞ്ഞു വിടും. ജിയു അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലും. ഷാന മാഡത്തിന്റെ മോളാണ് ഈ ജിയു. മിങ്ങിനെ കൊണ്ട് ജിയുനെ കെട്ടിക്കണം എന്നുള്ള കാര്യം ഷാന ഒരു തവണ മിങ്ങിന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജിയു കയറി വരുമ്പോ ഷാന മാഡം എന്തോ ഒരു മീറ്റിംഗിൽ ഇരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാണ്ട് ആക്ഷനിലൂടെ ഞാൻ ബിസിയാണെന്നൊക്കെ പറയും. പക്ഷെ ജിയു വലിയ രീതിക്ക് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ മാറിയിരുന്നിട്ട് ഫോണില് ഭയങ്കര വോളിയത്തില് പാട്ടൊക്കെ വെച്ച് കേൾക്കാനായിട്ട് തുടങ്ങും. ഇതാണെങ്കിലോ ഷാനക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആകും. എന്തായാലും പിന്നെ നമുക്ക് സംസാരിക്കാന്നും പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്ത് നേരെ ജിയുന്റെ അടുത്തേക്ക് വരും. നിനക്ക് എന്താണ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തു? ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുവായിരുന്നു. അല്ല, പെട്ടെന്ന് എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്, സ്വിറ്റ്സർലാൻഡിൽ ഞാൻ ഒറ്റക്കായില്ലേ, നിങ്ങളും ഇല്ല, അതേപോലെ എന്റെ മിങ്ങും അവിടെ ഇല്ല, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാരി കൂളായിട്ട് മുകളിലേക്ക് കയറി പോകും. അതേ ടൈം ഇങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലും. സ്റ്റെപ്സില് നമ്മുടെ ഹുവാന ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇത് കാണുമ്പോ പുള്ളിക്കാരന് ഹുവാനയുടെ ഓർമ്മ വരും. അവളെ ചെന്ന് വിളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനില് വേണ്ട, ചിലപ്പോ ഉറങ്ങിക്കാണോന്ന് പറഞ്ഞ് ആ ലൈറ്റ് എടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വേണ്ടി ദേ ഈ ലൈറ്റ് വെയിറ്റ് ചെയ്തിരുന്നു എന്നും പറഞ്ഞ് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ടും വെക്കും. ഈ സ്റ്റാറ്റസ് നമ്മുടെ ഹുവാനയും കാണും. നീ തിരിച്ചെത്തിയോന്ന് എന്നെ ചോദിക്കും. ആ ഞാൻ വന്നു എന്ന് പറയും. അല്ല, നീ എന്തിനാ ഇപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന് ഹുവാന ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും എന്റെ ഒരു ജൂനിയർ പെൺകുട്ടിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതാന്ന് പറയും. ജൂനിയർ പെൺകുട്ടിയെ ഒന്ന് ആലോചിച്ച് ഹുവാന അങ്ങനെ കിടന്നുറങ്ങും. അതേ ടൈം മിങ്ങാണെങ്കിലും വെളുക്കും വരെ ഹുവാന വെച്ചിട്ട് പോയ ആ ഒരു ലൈറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രാവിലെ തന്നെ റെഡിയായി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കും. പക്ഷെ അവിടെ വന്നിരുന്നും ഹുവാന അവിടെ വർക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിന് അമ്മയും ഒരുപാട് ഡിഷൊക്കെ ഉണ്ടാക്കി ടേബിളിലേക്ക് നിരത്തി വെക്കും. മോൾക്ക് വേണ്ടി അമ്മ ഒരുപാട് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കുന്ന പറയും. ഹുവാനയാണെങ്കിലോ വർക്കിന്റെ തിരക്കില് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോ അമ്മക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. അവളെന്നെ അവോയ്ഡ് ചെയ്യുവാണോന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്നെ ഹുവാനയും വാ അമ്മ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മക്ക് ഒരുപാട് ഹാപ്പി ആകും. അപ്പൊ തന്നെ ഹുവാന എന്തോരം ഫുഡാണ് അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തന്നെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, എന്റെ മോൾക്കല്ലേ, അതിന് എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അമ്മ എന്തായാലും വീട്ടില് വെറുതെ ഇരിക്കുവല്ലേ, നമുക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഈ ഡിഷൊക്കെ വീഡിയോ ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോ അമ്മയ്ക്കും ഒരു എന്റർടൈൻമെന്റ് ആകും. അതേപോലെ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അമ്മേനെ അതിൽ ചേർത്ത് വിടാന്ന് പറയും. അതൊക്കെ വേണോ മോളെ എന്ന് ചോദിക്കും. വേണോ അമ്മ, വേണം, അടിപൊളിയായിരിക്കും, അമ്മക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്ന് ഇങ്ങനെ പറയും. ആ ഓക്കെ, എന്റെ മോള് പറഞ്ഞാ എനിക്ക് അതിന് സമ്മതം അറിയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മ ഫോൺ എടുത്തിട്ട് ഒരുപാട് പയ്യന്മാരുടെ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട് മോളെ, നീ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നറിയും. ദൈവമേ, ഇത് പണി പാളിക്കൊണ്ടിരിക്കുവാണല്ലോ എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് അമ്മ ഞാൻ ബിസിയാണ്, ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാകും. ഇപ്പോ ഹുവാന പറഞ്ഞ പോലെ തന്നെ അമ്മേനെ ഒരു സ്കൂളിൽ ചേർത്ത് വിട്ടിട്ടുണ്ട്. കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്, അതെങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യും, അതെങ്ങനെ എഡിറ്റ് ചെയ്യും, അത് അവസാനം എങ്ങനെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം അമ്മയ്ക്കും ഒരുപാട് പേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് ഹുവാനയുടെ അമ്മ വീട്ടിലേക്ക് വരും. അപ്പൊ തന്നെ അച്ഛനും എന്താണ് ക്ലാസ്സിലേക്കൊക്കെ പോയി അടിച്ചു പൊളിക്കുവാണോ എന്ന് ചോദിക്കും. ശരിയാണ് ഹുവാന പറഞ്ഞത്, നല്ലൊരു എന്റർടൈൻമെന്റ് ഒക്കെ അവിടെയുണ്ട്. പിന്നെയുണ്ടല്ലോ മല കയറാനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് പേടിയായത്
ആയതുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നതാണ് ഞാൻ. എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ, ഞാൻ ഒരുപാട് ടയേർഡാണെന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് പോകും. അമ്മ പോയ പുറകെ തന്നെ അച്ഛൻ പുറത്തേക്ക് വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് മിങ്ങും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താങ്കിൽ ഇപ്പോഴാണോ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതെന്ന് ചോദിക്കും. ആ മോനെ, നീ നേരത്തെ വന്നു. ഹുവാനെ ഉണ്ടല്ലോ, അവളുടെ അമ്മേന ഒരു ക്ലാസ്സിൽ ചേർത്ത് വിട്ടു. അതുകൊണ്ട് തന്നെ അവളിപ്പോ ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങുവാണ്. ഇപ്പതേ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്, അത് ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുവാന്നറിയും. ഓ അങ്ങനെയാണോ? ആന്റി അപ്പൊ ഉറങ്ങി. കറക്റ്റ് ടൈമിനാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കൊണ്ട് വന്നേന്നും പറഞ്ഞ് ലിക്കറിന്റെ ബോട്ടിൽ എടുത്ത് കാണിച്ചു കൊടുക്കും. ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ ഒരു പെഗ് കുടിക്കണമല്ലാന്ന്. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്റെ മോനെ എനിക്ക് വാങ്ങിച്ചു തന്നു. നീയാണ് ഈ വീട്ടില് എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളെന്നും പറഞ്ഞ് ആ ബോട്ടില് വാങ്ങിച്ച് കുറച്ചൊക്കെ കുടിക്കും. അപ്പൊ തന്നെ മിങ്ങും. അങ്കിൾ, എനിക്കൊരു ഡൗട്ട്. നിങ്ങള് ആന്റീനെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ നോക്കുന്നുണ്ട്, അതേപോലെ ഒരു പെൺകുട്ടീനെ എങ്ങനെ ഹാപ്പി ആയിട്ട് നോക്കും? ടിപ്സ് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. എന്താടാ നീ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിട്ടുണ്ടെന്ന്. എന്റെ കയ്യിൽ ഒരുപാട് ടിപ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആന്റീനെ ഞാനുണ്ടല്ലോ അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ നീ ആന്റിയുടെ അടുത്ത് എന്നെ കുറിച്ച് ചോദിച്ചാലും ബെസ്റ്റ് ഹസ്ബൻഡ് ആണെന്നേ ആന്റി പറയുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചെടുത്തതാണ്. എല്ലാ ടിപ്സും മോന് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഒരു പെൺകുട്ടീനെ നല്ല രീതിയിൽ നോക്കുക എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം എങ്ങനെ നമ്മള് സൂക്ഷിക്കുന്നു എന്നതുപോലെയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോ ഭയങ്കര ഒരു വാസന വരുന്നില്ലേ? ആ ഒരു വാസന നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോ നമ്മൾക്കും ഒരു കുളിർമ വരും. അതേപോലെ നമ്മുടെ വൈഫിനെ നോക്കണം. നീ എന്തായാലും നല്ലൊരു പയ്യനാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ഒരു പൂച്ചട്ടി എടുത്ത് മിന്നിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഇതെന്റെ ഗിഫ്റ്റാന്ന് പറയും. ഇത് കേൾക്കുമ്പോ മിന്നിനും ഒരുപാട് ഹാപ്പി ആയിട്ട് അത് നോക്കി ചിരിച്ചോണ്ട് നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹുവാനയുടെ അമ്മ രാവിലെ തന്നെ വീടൊക്കെ അടിച്ചു വാരി തുടച്ചോണ്ടിരിക്കും. ഹുവാനയുടെ റൂമിലും തുടക്കാമെന്ന് വിചാരിച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോ ഹുവാന അത് ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ഇവൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം ഇല്ലെന്ന് ആലോചിച്ച് അമ്മക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ആ ടൈമിന് പെട്ടെന്ന് ഒരു കോള് വരും. ഞങ്ങളിതേ പുറത്തുണ്ട്, പെട്ടെന്ന് നീ വന്ന് ഗേറ്റ് തുറക്കെന്ന് പറയും. ഇപ്പൊ വന്നിരിക്കുന്നത് അമ്മയുടെ ബ്രദറും റിലേറ്റീവ്സ് ഒക്കെയാണ്. അങ്ങനെ അമ്മയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരും. ഞങ്ങളെല്ലാം അറിഞ്ഞു. എന്തായാലും വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഹുവാനക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിയാണ്. എന്നാലും എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ നോക്കി അവൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്. അപ്പൊ ബിസിനസ് ഒക്കെ അവൻ നോക്കിക്കോളും. ഇവൾക്ക് വീടും വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയുടെ അമ്മയും, ശരിയാ ചേട്ടൻ പറഞ്ഞത്, ഞാനേ ഒരുപാട് ആലോചനയുമായിട്ട് വരുന്നുണ്ട്, പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയും. ഇവരുടെ കൂടെയാണെങ്കിലും ഒരു വികൃതി പയ്യൻ വന്നിട്ടുണ്ട്. അവനാണെങ്കിലും അവിടെ ഇവിടെ ഓടി നടന്ന് എല്ലാ സാധനങ്ങളും പൊട്ടിക്കാനായിട്ട് തുടങ്ങും. ഇത് പോരാഞ്ഞിട്ട് ഹുവാനയുടെ അമ്മ റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് ചെല്ലും. റിസപ്ഷനിൽ ചെന്നിട്ട് ഇവിടെ നല്ല ക്യാഷ് ഉള്ള ഒരു റൂമില് സ്വീറ്റ് റൂം, ആ സ്വീറ്റ് റൂം 2 വേണോന്ന് പറയും. അപ്പൊ തന്നെ മാനേജർ അടുത്തേക്ക് വരും. സ്വീറ്റ് റൂമിനൊക്കെ 50,000 രൂപയാണ് ഒരു ദിവസത്തെ റെന്റ് എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ തന്നോളാം. എന്തായാലും ഇത് ഹുവാനയുടെ ഹോട്ടലല്ലേ, അപ്പൊ പിന്നെ 2 റൂം ഇങ്ങോട്ട് താന്ന് പറയും. ഇതൊന്നും എന്റെ കയ്യിലല്ല മാഡം, ഞാൻ എന്തായാലും ഹുവാനയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞ് പുള്ളി നേരെ ഹുവാനയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എല്ലാ കാര്യവും പറയും. അപ്പൊ തന്നെ ഹുവാന അമ്മയുടെ അടുത്തേക്ക് വരും. എന്താ അമ്മ, എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. എടി, ഉള്ളതിലെ ഏറ്റവും നല്ല 2 റൂം അവർക്ക് കൊടുക്ക്, എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാനത് പേ ചെയ്തോളാന്ന് പറയും. വേണ്ടമ്മ, ഞാൻ എന്തായാലും ചെയ്തോളാം. വലിയച്ഛനും വലിയമ്മയും കുഞ്ഞിലെയൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ തന്നെ അതിന് പേ ചെയ്തോളാന്ന് പറഞ്ഞ് 2 റൂമൊക്കെ ബുക്ക് ചെയ്ത് പുള്ളിക്കാര് തന്നെ ക്യാഷ് ഒക്കെ കൊടുക്കും. അതേ ടൈം ഹിയും മിന്നും കൂടി ഓഫീസില് വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ജിയു അകത്തേക്ക് കയറി വരും. വന്ന ഉടനെ തന്നെ മിങ്ങിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കാനായിട്ട് തുടങ്ങും. വാ വാ, നമുക്ക് പുറത്തു പോകാം, എനിക്ക് ലഞ്ച് വാങ്ങിത്താ, എനിക്ക് വിശക്കുന്നു എന്ന് പറയും. എന്ത് പറയാനാണ്, ഷാന മാഡത്തിന്റെ മോളല്ലേ, അപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ. മിങ്, നീ എന്തായാലും കൊണ്ടുപോയി ലഞ്ച് വാങ്ങി കൊടുക്കെന്ന് പറയും. കണ്ട ഹീക്ക് എന്റെ മേത്തൊരു സ്നേഹമൊക്കെ ഉണ്ട്, ആ ഒരു പകുതി സ്നേഹം പോലും നീ എന്റെ അടുത്ത് കാണിക്കുന്നില്ലല്ലോ, എനിക്ക് വിശക്കുന്നേ, ലഞ്ച് വാങ്ങിച്ച് താന്നും പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കും. അവസാനം മിങ് ഹുവാന ഒരു തവണ മിങ്ങിനെയും കൂട്ടി ഒരു നൂഡിൽസ് ഷോപ്പിലേക്ക് പോയിട്ടില്ലേ, അതേ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇത് കാണുമ്പോ തന്നെ ജിയു, എന്താണത്, എന്നെ വലിയൊരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വിചാരിച്ചപ്പോ എന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിക്കും. എന്തായാലും ഇത് കണ്ട് നീ തെറ്റിദ്ധരിക്കണ്ട, ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും, ഒന്ന് കഴിച്ചു നോക്കെന്ന് പറയും. അങ്ങനെ ജിയു കുറച്ചെടുത്ത് കഴിച്ചിട്ട്, ശരിയാണല്ലോ, നീ പറഞ്ഞത് ശരിയാ, നല്ല ടേസ്റ്റ് ഉള്ള നൂഡിൽസ് ആന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, എനിക്ക് ഒരുപാട്
ഒരുപാട് വർക്കൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ജിയു അവളുടെ ചോപ്പ് സ്റ്റിക്ക് എടുത്ത് മിങ്ങിന്റെ ബൗളിലേക്ക് ഇടാനായിട്ട് പോകും. അപ്പൊ തന്നെ മിങ് അത് തട്ടിക്കളയും. എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ഇപ്പോ ഞാൻ നിന്റെ ഫുഡ് കുറച്ചെടുത്താല് നമ്മള് സ്വിറ്റ്സർലാൻഡിലായിരിക്കുമ്പോ ഒരുമിച്ചല്ലേ ഫുഡൊക്കെ കഴിക്കാറുള്ളത്, ഇപ്പൊ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. അപ്പൊ നിനക്ക് എത്ര വയസ്സാ, ഇപ്പൊ നിനക്ക് എത്ര വയസ്സാ, അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നതൊന്നും ശരിയാവില്ല, എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് നോക്കുന്ന പറയും. അപ്പൊ തന്നെ ജിയു മിങ്ങിന്റെ അടുത്തേക്ക് വന്നിരിക്കും. ഏയ് ഈ ഏജ് ഒന്നും ഒരു കാര്യമേ അല്ല, ഇതൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, നീ എന്നെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കണ്ടാ മാത്രം മതി, അപ്പൊ ഈ ഏജിന്റെ പ്രോബ്ലം ഒന്നും വരില്ല എന്ന് പറയും. എന്താ ജിയു നീ പറയുന്നത്, നമ്മൾക്കിടയിലുള്ളത് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണ്, അതിൽ കൂടുതലൊന്നും നീ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, കുറച്ചു കുറച്ചായിട്ട് നീ മാറും, അപ്പോ എന്റെ സ്നേഹം നിനക്ക് എന്താണെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞ് ജിയോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹോട്ടലില് ഒരു പ്രൈവറ്റ് റൂമൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ആ ടൈമിന് ഹുവാനയുടെ അമ്മയും ഭയങ്കര കോസ്റ്റ്ലി വൈൻ കാണിച്ചിട്ട് ഇത് വാങ്ങിക്കാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഹുവാനയും അത് വാങ്ങും. ഇത് കാണുമ്പോ തന്നെ ഷാവും, എന്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രമേ പിശുക്കൊക്കെ കാണിക്കുള്ളൂ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുമെന്ന് പറയും. അപ്പൊ തന്നെ ഒരു ആന്റിയും, ശരിയാണ്, കുഞ്ഞിലെ മുതലേ ഹുവാനേനെ ഞങ്ങൾക്കറിയാം, അവൾ അങ്ങനെയാണ്, പക്ഷെ അതേപോലെയല്ല ഈ ഷാവ്, കുഞ്ഞിലെയൊക്കെ എന്തോരം കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, എന്തൊക്കെയാ ചെയ്തത്, എന്റെ ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്, എന്റെ അനുജൻ ₹1 താഴേക്ക് ഇടുന്ന് കിട്ടിയാൽ പോലും അതെടുത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിലേക്ക് തരും, അപ്പൊ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞാല് അതെങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഒരു പയ്യനും, സത്യമാണ് ഹുവാന, ഒരുപാട് തവണ ഇവൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതിന്റെ വഴിയൊക്കെ ചില സമയത്ത് എന്റെ തലയിൽ കൊണ്ടുവന്നിടും, അതുകൊണ്ട് തന്നെ എന്തോരം തല്ലൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ച് അയാൾ നല്ല രീതിക്ക് ഷാവിനെ കളിയാക്കും. ഇതും കൂടി ആവുമ്പോ ഷാവും എനിക്ക് വർക്കുണ്ടെന്നും പറഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ തന്നെ ഹുവാന ഷാവിന്റെ പുറകെ പോകും. നീ എന്തിനാ ഇപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്, അങ്ങനെയാവുമ്പോ അതൊക്കെ നീ ചെയ്തതാണെന്ന് അവർ തെറ്റിദ്ധരിക്കില്ലേ, നമ്മുടെ പാരന്റ്സ് പോലും അത് വിശ്വസിക്കുമെന്ന് പറയും. എന്ത് ചെയ്യാനാണ് ചേച്ചി, കുഞ്ഞിലെയൊക്കെ അവനാണ് ഒരുപാട് ക്യാഷ് ഒക്കെ എടുക്കാറ്, എന്നാ എന്നിട്ട് അതിൽ പെടുത്തി വിടും, എനിക്ക് ഒരുപാട് തല്ലും കിട്ടും, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തെങ്കിലും പറഞ്ഞ എന്നെ അവിടെ നിന്ന് പുറത്താക്കില്ലേ, അതുകൊണ്ടല്ല സഹിച്ചു നിന്നു എന്ന് പറയും. എന്തൊക്കെയാടാ നീ ഈ പറയുന്നത്, ഇതെല്ലാം വാ നമുക്ക് അകത്ത് വന്ന് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തെങ്കിലും പറയാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, അവന്റെ ചേച്ചിക്ക് എല്ലാ കാര്യവും അറിയാം, അപ്പൊ തന്നെ അവനെ തല്ലിയൊക്കെ ചെയ്യും, അപ്പോ എല്ലാം തീർന്നില്ലേന്ന് പറയും. നീ ഓക്കെ ആണോടാന്ന് എന്നെ ചോദിക്കും. ഞാൻ ഓക്കെ ചേച്ചി, എന്തായാലും ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും. ആ ടൈമിന് ഒരു പയ്യൻ അകത്തേക്ക് കയറി വരും. ഇവന്റെ പേര് ധോനി, ഹുവാനയുടെ റിലേറ്റീവ് തന്നെയാണ്, വർക്ക് കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയും. ആ എനിക്കറിയാം, വാ വാ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ധോനിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലും. ഈ ഒരു ഹോട്ടലിൽ ഇപ്പോ വെഡിങ് ഇവന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ വെഡിങ് ഇവന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് വെഡിങ് പ്ലാനേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഹുവാന ഒരു ടെൻഡർ വിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു വെഡിങ് പ്ലാനറായിട്ട് ധോനിയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാർഡ് എടുത്തിട്ട് ഹുവാനയുടെ കയ്യിലേക്ക് കൊടുക്കും. അയ്യോ നീയും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. അതെ അതെ, നമ്മുടെ റിലേറ്റീവ് ആണെന്നും പറഞ്ഞ് ആ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യണ്ടല്ലോ, എനിക്കത് ഇഷ്ടമല്ല, ബിസിനസ് എപ്പോഴും ബിസിനസ് ആയിട്ട് തന്നെ വെക്കണമെന്ന് പറയും. എന്തായാലും ഞാനും അങ്ങനെയാ കാണുന്നത്, ബിസിനസ് എപ്പോഴും ബിസിനസ് തന്നെയാന്ന് പറഞ്ഞ് ഹുവാനയും നിൽക്കും. അങ്ങനെ ഇവര് സംസാരിക്കുന്നത് ഇവരുടെ റിലേറ്റീവ്സ് കാണുമ്പോൾ എന്തായാലും രണ്ടുപേരും സെയിം ഫീൽഡിലാണ്, രണ്ടുപേരും സിംഗിൾ ആണ്, അപ്പോ നമുക്ക് ഇവരെ രണ്ടുപേരെയും അങ്ങോട്ട് കോർത്ത് വിട്ടാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്കിൾ ഞാനൊരു വെഡിങ് പ്ലാനറാണ്, ഒരുപാട് പേര് മാരേജ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിൽ പകുതി പേരും ഡിവോഴ്സ് ആയവരാണ്, ഇത് കാണുമ്പോൾ തന്നെ വെഡിങ്ങിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, എന്തായാലും ലവ് ഒക്കെ താനെ വരേണ്ടതല്ലേ, ആരെയും ഫോഴ്സ് ചെയ്ത് വരുത്തേണ്ട ഒന്നല്ല, എന്തായാലും വരുന്ന ടൈമിന് അത് വരട്ടെ എന്നും പറഞ്ഞ് പുള്ളിയും അതൊന്ന് സിമ്പിൾ ആയിട്ട് വിടും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും കുറച്ച് സന്തോഷമൊക്കെ വരും. എന്തായാലും ഈ ടൈമിന് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് നിൽക്കും. അങ്ങനെ ഹുവാനയുടെ അമ്മയും ബാക്കിയുള്ള ലേഡീസ് എല്ലാവരും കൂടി പുറത്തേക്ക് പോവാനായിട്ട് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. ഹുവാന അങ്ങനെ തന്നെ കാർഡൊക്കെ എടുത്തു കൊടുത്ത്, എനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ വരാനായിട്ട് പറ്റില്ല, നിങ്ങൾ എൻജോയ് ചെയ്യുന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞെടുക്കും. അതേ ടൈം ജിയോ ആണെങ്കിലോ മിങ് താമസിക്കുന്ന ഏരിയയിൽ വന്ന് മിങ്ങിനെ അറിയോ എന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ആ ടൈമിനാണ് ഹുവാനയുടെ അമ്മയും വരുന്നത്. അങ്ങനെ ഹുവാനയുടെ അമ്മ, ആ മിങ്ങിനെ അറിയാം, നീ ആരാന്ന് ഇങ്ങനെ ചോദിക്കും. ആന്റി ഞാൻ മിങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എല്ലാം വെട്ടി വിഴുങ്ങി കഴിച്ച്, ആന്റി ഒരു ബൗളും കൂടി നൂഡിൽസ് തരുമോ എന്ന് ചോദിക്കും. എന്ത്, വീണ്ടും ഒരു ബൗളോ, നീ ഇത്രയൊക്കെ കഴിച്ചാ വണ്ണം വെക്കില്ലേ, ചിലപ്പോ വണ്ണം വെക്കില്ലായിരിക്കും അല്ലേ, എന്തായാലും കഴിച്ചോന്ന് പറയും. ആന്റി ഇങ്ങനെ കണ്ണ് വെക്കല്ലേ, കണ്ണ് വെച്ച എന്റെ വയറിന് പിടിക്കില്ല, എന്തായാലും ആന്റി ഉണ്ടാക്കി തന്ന എല്ലാ ഫുഡിനും ഞാൻ പേ ചെയ്തോളാന്ന് പറയും. ആ ഇപ്പോഴാണ് ഇവള് മിങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ആയത്, രണ്ടുപേരും
ഗ്യാസിനെ പറ്റിയേ പറയുള്ളെന്ന് പറഞ്ഞ് അമ്മ പിറുപിറുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോകും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണും. ആ ടൈമിനാണ് ഇവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നത്. അങ്ങനെ തന്നെ സിയു ഹുവാനയാണ് നോക്കിയിട്ട്, ആന്റി ഇത് നിങ്ങളുടെ മോളാണോ? നല്ല ക്യൂട്ടാണ് കാണാനെന്ന് പറയും. ആ എന്റെ മോളാണ്, എന്നെ പോലെയാണ് എന്റെ മോളെ കാണാനെന്നും പറഞ്ഞിട്ട് അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ആ ടൈമിനാണ് മിങ്ങകത്തേക്ക് കയറി വരുന്നത്. ആന്റി ഇവളെ എന്തിനാണ് വീട്ടിലേക്ക് കയറ്റിയത്? ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലാന്ന് പറയും. അപ്പൊ തന്നെ സിയു മിങ്ങിന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. ആന്റി ദേ മിങ് പറയുന്നത് നുണയാണ്, ഞാൻ മിങ്ങിന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറയും. ഇത് കേൾക്കുമ്പോ മിങ്ങിന് ദേഷ്യം കയറും. അങ്ങനെ തന്നെ വലിച്ചഴച്ച് ഗേറ്റിന് പുറത്തേക്ക് സിയുവിനെ കൊണ്ടുപോയി നിർത്തും. ഇനി മേലാല് നീ ഇങ്ങോട്ടേക്ക് വന്നു പോകരുതെന്നും പറഞ്ഞിട്ട് ഗേറ്റും പൂട്ടി അകത്തേക്ക് പോകും. ഓഹോ നീ അപ്പോ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ, ഈ സിയു ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അങ്ങനെ തന്നെ നടന്നു പോകും. അങ്ങനെ നൈറ്റ് ആകുമ്പോ ഹുവാന വീട്ടിലേക്ക് വരും. അപ്പൊ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. മിങ്ങിന്റെ ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹുവാന ഒന്ന് ഷോക്കാകും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.